ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ടാട്ടോ. നമ്മുടെ കണ്ണൂക്കാരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു അടിപൊളി നൊരപ്പത്തലിൻ്റെ റെസിപ്പിയും കൊണ്ടാട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ 250 ml കപ്പിൽ 2 കപ്പ് ബസ്മതി റൈസ് നൈറ്റ് നമ്മൾ കുതിർത്തി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. നല്ലപോലെ കഴുകി വാഷ് ചെയ്ത് നമ്മൾ കുതിർത്തി എടുത്തിട്ട് ഞാനൊരു സ്ട്രെയിനറിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഞാനിത് തംബ്ലൈനും കൂടെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്കിത് ഡയറക്റ്റ് മിക്സഡ് ജാറിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് അരിക്ക് 1 മുട്ട, അങ്ങനെയാണ് ഇതിൻ്റെ കണക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് അരിക്ക് 2 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ അപ്പോൾ നമുക്കിത് ഡയറക്റ്റ് മിക്സിയുടെ ജാറിലേക്ക് ചേർത്താൽ മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ 2 മുട്ട ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്, തേങ്ങാപ്പാൽ, ഇത്രയും ചേർത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തേങ്ങാപ്പാൽ നമ്മളിതിലേക്കങ്ങ് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 കപ്പ് അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2 കപ്പ് 1.5 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മൾ മിക്സഡ് ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചു കൊണ്ടുവരാം. ഒരുപാട് നമ്മൾ പാൽ ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ, നമ്മുടെ ഈ ഒരു അരിയുടെ നികത്തിന് വേണം നമ്മളിത് ഈ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ഒട്ടും തരിയില്ലാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇത് ഒന്നുകിൽ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നല്ല പോലെ അടിച്ച് പതപ്പിച്ചെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു എഗ്ഗ് ബീറ്റർ വെച്ചിട്ട് നമുക്കിതൊന്ന്, നമ്മൾ സാധാരണ കേക്കിനൊക്കെ എങ്ങനെയാണോ റെഡിയാക്കി എടുക്കുന്നത് ആ രീതിക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ. കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടെ കേട്ടോ. നമുക്ക് എപ്പോഴും റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റില്ല. ഒഴിവ് ദിവസങ്ങളിലൊക്കെ ഫ്രീ ആയിരിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയത്തൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം. അപ്പം ഇനി ഞാൻ എഗ്ഗ് ബീറ്റർ വെച്ചിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബീറ്റ് ചെയ്ത് വരുമ്പോൾ നല്ല പോലെ ഒരു പത പോലെ വരും. ആ ഒരു പത വേണം നമുക്ക് ഈ ഒരു നുരപ്പത്തിൽ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആ പത കോരി എടുത്തിട്ടാണ് നമ്മൾ പത്തൽ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇനി നമുക്കിതാ ഞാനിവിടെ എഗ്ഗ് ബീറ്റർ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പോലെ പത വന്നെടുത്തിട്ടുണ്ട്. ഈ പത നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ രീതിയിലുള്ള പത്തൽ റെഡിയാക്കി എടുക്കാം. ഇതേപോലെ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം നല്ല പോലെ കുറച്ച് വെച്ചിട്ട് കുറച്ച് വലിയ പാത്രത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമുക്ക് കണ്ടില്ലേ ഈ ഒരു രീതിക്ക്. അപ്പോൾ ചെറിയൊരു പാനാണ് വെച്ചിട്ടുള്ളത്. ഇതേപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് റെഡി കണ്ടില്ല. പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. കുറച്ച് വലിയ പാനിൽ ചെയ്തെടുക്കാം നമുക്ക്.
കണ്ടില്ലേ? അപ്പം എല്ലാം ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം, ചെയ്തെടുത്താൽ മതി. പക്ഷെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. കണ്ണൂർക്കാരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണത്. ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ കുറച്ച് വലിയ പാനും കൂടെ വെച്ചിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ കറി, ബീഫ് കറി, അതേപോലെ തന്നെ തേങ്ങാപ്പാൽ, നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഇപ്പം നമുക്കിത് എപ്പോഴും റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റില്ല. സമയം കിട്ടുന്ന സമയത്തൊക്കെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം. കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കട്ടോ. അപ്പം നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മുടെ കണ്ണൂർക്കാരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള നുരപ്പത്തൽ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ചിക്കൻ കറി ആയാലും ബീഫ് കറി ആയാലും തേങ്ങാപ്പാലും ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട ഐറ്റംസാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. കാരണം നമ്മൾ ഇതിൽ നിന്നുള്ള ഒരു പദം നമ്മുടെ പാനിലേക്ക് ഒഴിച്ചെടുത്തിട്ട് വീണ്ടും നമ്മളൊന്ന് ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്തിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ കുറച്ച് സമയം എടുത്ത് ചെയ്യണമെങ്കിലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു തവണയെങ്കിലും നിങ്ങളിതൊന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.